Hello everyone, welcome back. This is Nirajana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി കുറച്ച് ലിപ്സ്റ്റിക് അല്ല ലിപ് ടിൻറ്റ്, ലിപ് ഗ്ലോസ്, ലിപ് ഗ്ലേസ്, അങ്ങനെ ലിപ്പിനെ കുറിച്ച് പല പേരിൽ അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ വാങ്ങിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കഴിഞ്ഞ 1 മന്തായിട്ട് വാങ്ങി യൂസ് ചെയ്ത് എങ്ങനെയുണ്ട്, ചിലത് ഒന്നിൽ കൂടുതൽ മാസം എൻ്റെ കയ്യിലുള്ളതാണ്, 2-3 മന്ത്സ് ഒക്കെ യൂസ് ചെയ്ത പ്രോഡക്ട്സാണ്. അങ്ങനെ കുറച്ച് ബഞ്ച് ഓഫ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന റിവ്യൂ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ഫൈൻഡ് ദിസ് വീഡിയോ ബെനിഫിഷ്യൽ. ആകെ നോക്കിയൊരു കാര്യം, ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ബ്രാൻഡ്സ് നോക്കിയിട്ടാണ് വാങ്ങിയത്. പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ് വിത്ത് ആദ്യത്തെ 2 ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ലിപ് ഗ്ലേസ് ആണ്. ലിപ് ഗ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് പെപ്റ്റൈഡ് ബേസ്ഡ് ലിപ് ഗ്ലേസ് ആണ്. മേ ബി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ബ്രാൻഡ് വിച്ച് ഇസ് ലാമിയോർ. ലാമിയോറിൻ്റെ പെപ്റ്റൈഡ് ഗ്ലേസ് ലിപ് ബാം, vegan, clean, natural ingredients and paraben free, peptides, squalene, shea butter, vitamin E, cocoa butter and almond oil. ഇത് എന്താ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിൻറ്റഡ് ആണ്, ഒരു ഷൈൻ കാണും ലിപ്പിൽ. ഗ്ലേസ് ചെയ്യുക, നമ്മൾ ഗ്ലേസ്ഡ് ഡോണട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഗ്ലേസി ഷൈൻ കാണും. അതിനൊരു ടിൻറ്റും ഉണ്ട്. ലിപ്സ്റ്റിക്ക് പോലെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, എന്നാൽ ജസ്റ്റ് ടിൻറ്റഡ് ഒന്നുമല്ല, ലിപ്പിന് സൂപ്പർ ഫുഡാണ്. അത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും പെപ്റ്റൈഡ് ബേസ്ഡ് ആണ്. സോ ലിപ്സിന് നല്ലതാണ്, ഒരേ സമയം ലിപ്പ് കെയർ ആയിട്ടും മേക്കപ്പ് ആയിട്ടും ആക്ട് ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, I could feel the moisturizing effect even after 3 or 4 hours. പക്ഷേ ടിൻറ്റ് ഇങ്ങനെ പതുക്കെ ഡൈ ഡൗൺ ചെയ്യും. സോ ഇൻഡിപെൻഡൻ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു നോ മേക്കപ്പ് ലുക്ക് വേണം, ലിപ്പ് കുറച്ച് ഷൈൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് പിഗ്മെൻറ്റഡ് ലിപ്പ് അല്ലെങ്കിൽ ദിസ് ഇസ് പെർഫെക്റ്റ്. പിഗ്മെൻറ്റഡ് ലിപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിഗ്മെൻറ്റഡ് ലിപ്പിൽ ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിഗ്മെൻറ്റഡ് ലിപ്പിന് പ്രശ്നമുണ്ടെന്നല്ല, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കവറേജ് പിഗ്മെൻറ്റഡ് ലിപ്പിൽ ഒബ്വിയസ്ലി കിട്ടത്തില്ല, അറിയാമല്ലോ. അപ്പം ബട്ട് ഒരു നാച്ചുറൽ ഒരു പിങ്കി ലുക്ക് തരും. കാണുമ്പം ശരിക്കും ലിപ്സ്റ്റിക്ക് പോലെ, ബട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഓൺ ദി ലിപ്സ്. എന്നെപ്പോലെ ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർക്ക് ഈ ഗ്ലേസ് പ്രോഡക്ട്സ് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം മിൻ്റല്ലല്ലോ മാറ്റ് ലിപ്സ്റ്റിക് ഒന്നും താങ്ങത്തേ ഇല്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് മിലാഗ്രോ എന്നൊരു ബ്രാൻഡ്, അതും ഹൈ ഗ്ലോസ് ഷൈൻ ബാം സ്റ്റിക്ക്. ഇത് പല പേരുകളുണ്ട് കേട്ടോ. ഇത് ലിപ് ബാം സ്റ്റിക്കാണ്, അതായത് ലിപ് ബാം പോലെ ഇരിക്കും, അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലേസ് പോലെ ആകും. So this is with jojoba, shea butter, squalene, raspberry oil and peptide. And ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്തെ പാക്കേജിങ്, കണ്ടോ? ഇറ്റ്സ് ലൈക്ക് ഒരു ഡ്രിങ്ക് ഫോർ യുവർ ലിപ്സ് എന്ന് പറയുന്ന പോലെ. സോ അത് ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണ്. ഒരു ക്ലിക്കിംഗ് മെക്കാനിസത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് റഫായിട്ട് ഹെവി ആയിട്ട് ചെയ്യേണ്ട, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്ലോസ് ഈ ബാം അങ്ങ് ഭയങ്കരമായിട്ട് പൊടിയല്ല, ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്യും ചുണ്ടിൽ. കുറച്ച് പ്രോഡക്റ്റ് പുറത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ലിപ്പ് ഫീൽസ് വെരി കംഫർട്ടബിൾ. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങളൊരു ഡ്രൈയിങ് ലിപ്സ്റ്റിക്കാണ് അണ്ടർനീത്ത് ഇട്ടിരിക്കുന്നെങ്കിൽ അതിന് പുറത്ത് കിട്ടുന്നത് ശരിക്കും ഒരു മറ്റേ ഒയാസിസിൽ വെള്ളം കിട്ടിയ അവസ്ഥയാണ്. ഐ മീൻ മരുഭൂമിയിൽ ഒയാസിസ് കണ്ട അവസ്ഥയാണ്. വെരി കംഫർട്ടബിൾ ഓൺ ദി ലിപ്സ്. കിറോ ബ്യൂട്ടി, കുറേ ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നിന്ന പ്രോഡക്ട്സ് ആയിരുന്നു മിലാഗ്രോയുടെയും അതുപോലെ ലാമിയോറിൻ്റെയും. എഗെയിൻ ഞാൻ പറഞ്ഞു, റെഡ്സ്, ബ്രൗൺസ്, പിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഷെയ്ഡ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുക്കാൻ നോക്കിയതാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ടോപ്പറായിട്ടാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെങ്കിലും ലിപ്സ് ഷൈനി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും മിലാഗ്രോയും ട്രൈ ചെയ്യാം. ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐ വോണ്ട് ടു ഷോ യു ഇസ് കഫ്സ് ആൻഡ് ലാഷസ്. ഈ ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആണ്. ഞാൻ ഇവരുടെ പ്രോഡക്ട്സ് ആദ്യമായിട്ടോ ട്രൈ ചെയ്യുന്നത്. അവരുടെ ജെലി ലിപ് ടിൻറ്റ്. This one is lightweight jelly textured lip tint that delivers a sheer wash of color with a juicy glossy finish. Now ടിൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മളത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചുണ്ടിലൊരു ചെറിയൊരു ഷെയ്ഡ് കാണാം, അതാണ് ടിൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പാക്കേജിങ് ഇവിടെ എല്ലാം കൂടെ ഞാൻ വാരിയിട്ടിരിക്കും കേട്ടോ, അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്. ആസ് എൻ പാക്കേജിങ് എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഷെയ്ഡ് അതിൽ നിന്ന് മനസ്സിലാവത്തില്ല, പക്ഷേ ഷെയ്ഡ് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഗുഡ്. പാക്കേജിങ് ഇസ് ആക്ച്വലി ക്യൂട്ട്, കാണാനൊക്കെ നല്ലതാണ്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ആ ബ്രാൻഡില്ലേ, കത്രീന കൈഫിൻ്റെ പേര് ഞാൻ മറന്നു, ക്യാറ്റ് സംതിങ്, അവർക്കൊരു ലിപ് ഗ്ലേസ് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ലിപ് ടിൻറ്റ്. അതാണ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ക്രാക്ഡ് ലിപ്സ് ആണെങ്കിൽ അങ്ങോട്ട് പോയി സെറ്റിൽ ചെയ്യാനുള്ള ചാൻസ് ഇച്ചിരി കൂടുതലാണ്. സോ ലിപ് ടിൻറ്റ് എപ്പോഴും ഗ്ലോസി ആയിട്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങളത് വൈപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ചുണ്ടിൽ ആ കളർ നിൽക്കുമ്പോൾ ചുണ്ട് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ സ്ക്രബ് ചെയ്ത് മേ ബി ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തൊന്ന് പ്രപ്പ് ചെയ്തതിന് ശേഷം ടിൻറ്റുകൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടിൻറ്റ് ഈ ഗ്ലേസ് എന്ന് വെച്ചാൽ നമ്മൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും, ഇറ്റ്സ് ഓക്കെ. ടിൻറ്റ് അങ്ങനെ അല്ല,
ചെറുതായിട്ട് ചുണ്ടിൽ ബാക്കി നിൽക്കും, വിച്ച് ഇസ് വെരി നൈസ്. ഡ്രൈ ലിപ്സ് ഒന്നും അല്ലെങ്കിൽ അയ്യോ യു ആർ ബ്ലെസ്ഡ്. പക്ഷേ ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ആ ടിൻറ്റ് ക്രാക്ഡ് ആവാതിരിക്കാനായിട്ട് ലിപ്പ് ഒന്ന് പ്രെപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മാറ്റ് ഫിനിഷോ ഡ്രൈയിങ്ങോ അങ്ങനെ ഒന്നുമല്ല, ബട്ട് ലിപ് ടിൻസ് ആർ സപ്പോസ് ടു സ്റ്റേ ലോങ്കർ, വിച്ച് ഇസ് ഗുഡ്. സോ വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. കഫ്സ് ആൻഡ് ലാഷിൻ്റെയും കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു, വെരി പ്രിറ്റി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തപ്പോൾ. ബട്ട് ലിപ്പ് പ്രെപ്പ് ചെയ്യുക, ദാറ്റ് ഇസ് ഓൾ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് പാറുൽ ഗാർഗ്. പുള്ളിക്കാരി ഫേമസ്, പുള്ളിക്കാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ ആൻറ്റിയെ പറ്റി സംസാരിക്കുന്ന പോലെയാണ്. അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, വെരി ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡൽഹി ബേസ്ഡ്. അവരുടെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, റീൽസ്. അവർ ബ്രൈഡ്സിനെ ഒരുക്കുന്നതൊക്കെ. ഷീ ഈസ് വെരി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുക. അപ്പോൾ അവരവിടെ സ്വന്തം മേക്കപ്പ് ലൈൻ ലോഞ്ച് ചെയ്തു, പാറുൽ ഗാർഗ് ബ്യൂട്ടി. സോ ദിസ് ഇസ് ദ ഗ്ലോസ് ടിൻറ്റ്. This one contains vitamin E and shea butter and SPF 20. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കാണിച്ച പ്രോഡക്ട്സിൽ SPF ഉള്ളത് ഇതിലാണെന്ന് തോന്നുന്നു. അല്ല, ഇനിയും വരാനുണ്ട്, ബട്ട് യാ. ഒരു ട്രയാങ്കിൾ പാക്കേജിംഗ് ആണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് റിയലി ക്യൂട്ട്. ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ്, പക്ക ബ്രൗൺ ഷെയ്ഡാണ്. ഇതും അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോസ് ടിൻറ്റ് ആണ്, അതായത് ടിൻറ്റ് ആണ്, പക്ഷേ എൻ്റെ ഇത് ഗ്ലോസ് ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് പോലെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ബട്ട് ദ ഷെയ്ഡ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ഇടാനും വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിപ് ടോപ്പറായിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ടോ ഒക്കെയും യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ലിപ്സിന് യാതൊരു പ്രശ്നമില്ല. യു ക്യാൻ വൈപ്പ് ഇറ്റ് ഓഫ്, റീഅപ്ലൈ, ഓൾ ദാറ്റ് ഇസ് ഗുഡ്. SPF 20 ഇസ് ഗുഡ് ഇനഫ്. ഐ മീൻ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. SPF ഒന്നും ഇല്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ, ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. സോ പാറുൽ ഗാർഗ് ബ്യൂട്ടി ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ് മീ. അവരുടെ വേറെ ചില ലിപ്സ്റ്റിക്സും ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. സോ ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് എ ഷോട്ട്. പിന്നെ ഞാൻ DM ബ്യൂട്ടി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അവരുടെ ലിപ്പ് ഓയിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവ് ആയൊരു പ്രൊഡക്റ്റ് കണ്ടു. ഇറ്റ്സ് ബൈ ദ ബ്രാൻഡ് റിയൽ റിച്വൽ. ഞാനത് ആമസോണിൽ കണ്ടു. ഞാനതിൻ്റെ ഇൻസ്റ്റയിലൊക്കെ അവരുടെ ബ്രാൻഡൊക്കെ ചെക്ക് ചെയ്തു. ലുഷ്യസ് ലിപ്സ് ലിപ്പ് ഓയിൽ ഗ്ലോസ് വിത്ത് സ്വീറ്റ് ആൽമണ്ട് എക്സ്ട്രാക്ട് ആൻഡ് പീച്ച് ഫ്രൂട്ട് എക്സ്ട്രാക്ട്. ഒരു മോവിഷ് ഷെയ്ഡായിട്ടാണ് അവർ കാണിച്ചത്, പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ ബ്രൗണിഷ് മോവായിട്ടാണ് തോന്നിയത്, വിച്ച് ഇസ് ഓക്കെ. കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു ഹെവി ഡ്യൂട്ടി ലിപ്സ്റ്റിക്സ് അല്ല. അപ്പം ചുണ്ടിനൊരു ടിൻറ്റ് തരിക എന്നുള്ളത് മാത്രമാണ് പർപ്പസ്. ആ ഒരു പർപ്പസ് അത് ഉറപ്പായിട്ടും സെർവ് ചെയ്യും. സോ ഓയിൽ ഗ്ലോസ്, പല പേര്, ലിപ്പ് ഓയിൽ ഗ്ലോസ്, ലിപ് ടിൻറ്റ്, ജെല്ലി ടിൻറ്റ്, ഗ്ലേസ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഞാൻ ഗിമ്മിക്കാന്ന് ഞാൻ പറയുന്നില്ല, ഓരോന്നിനും ഫോർമുലേഷനിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇൻ ദി എൻഡ് ലിപ്സ്റ്റിക് അല്ലാതെ ഈ വരുന്നതെല്ലാം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ്സ് അല്ല. പക്ഷേ ലിപ്സിന് ഈ ഒരു ഗ്ലേസി ലുക്ക്, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. ആൾക്ക് ഫ്ലാറ്റ് ലിപ്സ്റ്റിക്സിനേക്കാൾ ഇത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ അല്ല, ഫ്ലാറ്റ് മാറ്റ് ലിപ്സ്റ്റിക് ഇസ് ഗുഡ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഫോർ മീ ഇറ്റ്സ് ഓൾ അബൌട്ട് കംഫർട്ട്. അപ്പം ഈ പർട്ടിക്കുലർ ഷെയ്ഡ് എൻ്റെ ഹസ്ബൻഡ് കോംപ്ലിമെൻറ്റ് ചെയ്ത ഷെയ്ഡാണ്. സോ എനിക്കിഷ്ടപ്പെട്ടു. റിയൽ റിച്വൽസ് ഇസ് എ ഗുഡ് ബ്രാൻഡ്. എഗെയിൻ ലിപ്പ് ഓയിൽസിലും കുറച്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ ആസ് ഐ സെഡ്, അവർ കാണിക്കുന്ന ഷെയ്ഡ് അതുപോലെ ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഡിഫറെൻ്റ് എന്നല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ സേഫ് ഷെയ്ഡ്സ്. ഐ മീൻ യു കാൺ റിയലി ഗോ റോങ് വിത്ത് ഇറ്റ്. പിന്നെ ഒരു സെക്കൻഡ്, ദിസ് വൺ, ഇത് പ്രോബബ്ലി ബെസ്റ്റ് സെല്ലർ ആയിരിക്കും ആമസോണിലെ. ഡോട്ട് ആൻഡ് കിയുടെ മെൽറ്റി ലിപ് ബാം, ബെറി ക്രംബിൾ. 2 ഷെയ്ഡാണുള്ളത്, സ്ട്രോബെറി ആൻഡ് ബെറി ക്രംബിൾ. അതിൽ ബെറി ക്രംബിൾ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ട്വിസ്റ്റപ്പ് മെക്കാനിസമാണ്. ഭയങ്കര ഹെവി ഡ്യൂട്ടി സാധനമൊന്നും അല്ല, പക്ഷേ SPF 50 ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ലിപ്സ്റ്റിക്ക് വേണ്ടായിരിക്കും ചിലപ്പോൾ. ക്ലയൻസ്, ഐ മീൻ ഐ വർക്ക് ആസ് എ സൈക്കോളജിസ്റ്റ്, അപ്പോൾ പലരും പല ഫീലിങ്സുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളൊരു ഹെവി ഡ്യൂട്ടി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് തോന്നത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങൾ. പക്ഷേ എനിക്ക് എൻ്റെ ബെയർ ലിപ്സും എനിക്ക് ഓക്കെ അല്ല, ഭയങ്കര ഡ്രൈ ആണ്, കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ചെറിയൊരു ടിൻറ്റ് ഉണ്ട്, SPF ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. അപ്പം നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ താഴെ ലിപ് ബാമിന് ഒരു ടിൻറ്റഡ് ലിപ് ബാം അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഒരു ഭയങ്കര ടിൻറ്റും അല്ല, ഒരു കുക്കി ലൈക്ക് ഫ്രേഗ്രൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇറ്റ് ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ് മീ. പക്ഷേ ഞാൻ പിന്നെയും വാങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല. SPF ഉള്ളത് കൊണ്ട് ഐ മൈറ്റ് ബൈ ഇറ്റ്. പിന്നെ ഏത് ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലിട്ടാലും ഇതിൻ്റെ കളർ അങ്ങോട്ട് എഫക്റ്റ് ആവത്തില്ല, കാരണം ഇത് അത്ര ടിൻറ്റഡ് അല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ലിപ് ബാം പോലെ, SPF ഉള്ള ഒരു ലിപ് ബാം പോലെ നിങ്ങൾക്ക് വളരെ സേഫായി ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ്. വെരി നൈസ് ക്യൂട്ട് പാക്കേജിങ്, വെരി അഫോർഡബിൾ. ഐ തിങ്ക് 200 റേഞ്ചിൽ എന്താണ് അതിൻ്റെ പ്രൈസ്. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഞാൻ എടുത്ത് പുറത്ത് കളയാറായ 2 പ്രോഡക്റ്റ്സ് വെച്ചാൽ ഉപയോഗിച്ച് തീർത്ത 2 പ്രോഡക്റ്റ്സ് അതിനെ കൂടെ കുറിച്ച് പറയണം. സോ വൺ ഇസ് ബൈ ദ ബ്രാൻഡ് കോൺഷ്യസ് കെമിസ്റ്റ്, ദ ലഷ് ലിപ്സ്, ആൻഡ് ദി അതർ ഇസ് ബൈ ഫോക്സ്ടെയിൽ. So starting with the Conscious Chemist one, this is hydrating peptide glossy butter balm with SPF 15. My problem with the product is that
ഇത് ഭയങ്കര കട്ടിയായതുപോലെ. അതായത് അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1-2 മാസം കുഴപ്പമില്ല, പക്ഷേ 2 മാസം എനിക്കിത് ഉപയോഗിച്ച് തീർന്നില്ല. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തപ്പം ഭയങ്കര തിക്കായതുപോലെ, സ്പ്രെഡ് ചെയ്യാനും പറ്റുന്നില്ല, ലിപ്പിൽ പാച്ച് ചെയ്യാതുപോലെ. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് കട്ട് ചെയ്യാതാണെന്ന് അറിയത്തില്ല. ഞാൻ സ്റ്റോറേജ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ചൂടടിക്കുന്ന രീതിയിലൊന്നുമല്ല ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതാണ് ടിൻറ്റ്. തീർന്നു ഓൾമോസ്റ്റ്. ഞാൻ കളയല്ല, ഇത് കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നും, പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ലിപ്സിൽ എന്തോ ഇങ്ങനെയൊന്നും അല്ല ഇത് വരുന്നത്. അതായത് ഭയങ്കര പാച്ചി ആയിട്ടിരിക്കുന്ന പോലെ. സോ എനിക്ക് ഫോമിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അറ്റ് ദ സെയിം ടൈം ഫോക്സ്ടെയിലിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം വിത്ത് SPF 30, പെപ്റ്റൈഡ്, വൈറ്റമിൻ സി, ഹൈലറോണിക് ആൻഡ് മൈക്രോസ്ഫിയർ. അതൊന്നും എനിക്കറിയത്തില്ല. ദിസ് ഇസ് എ ഗുഡ് വൺ. ഇത് ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് തീർത്ത ഒരു പ്രോഡക്റ്റാണ്. ഹൗ ദ ഷെയ്ഡ് ലുക്സ് ലൈക്ക്. ഇറ്റ്സ് എ വെരി പ്രിറ്റി ഷെയ്ഡ്. ഞാൻ റീപർച്ചേസ് ചെയ്യും എനിക്കിത് ആവശ്യമുണ്ടെങ്കിൽ. പല ലിപ് ടിൻറ്റൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്യില്ല. പക്ഷേ അതർവൈസ് എനിക്കിപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ വാങ്ങി തന്നാൽ എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റാണ്. അങ്ങനെ വലിയ മണമൊന്നുമില്ല, അത് ഞാൻ മണപ്പിച്ച് നോക്കിയത്. കാരണം എനിക്ക് ഓർമ്മയില്ല വലിയ മണമുള്ളതായിട്ട്. അങ്ങനെ വലിയൊരു മണമൊന്നുമില്ല. അപ്പം ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺഷ്യസ് കെമിസ്റ്റ് നോനോ, ഫോക്സ്ടെയിൽ ഇസ് ഗുഡ്. ഐ തിങ്ക് എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. സോ ദീസ് ആർ ഓൾ ദ ലിപ് ഗ്ലേസ്, ടിൻറ്റ്, ഗ്ലോസ്, പല പേരിൽ അറിയപ്പെടുന്ന ലിപ് പ്രോഡക്ട്സ് എല്ലാം ഞാൻ കാണിച്ചു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഓൾ ദ പ്രോഡക്റ്റ് ലിങ്ക്സ് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് റിമൂവലിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒന്നാമത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. അതല്ലെങ്കിൽ ജസ്റ്റ് മിസ്ല വാട്ടർ വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചുണ്ട് ഡ്രൈ ആവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. റീ ആപ്ലിക്കേഷൻ ഓൾസോ വെരി ഈസി. ഓക്കെ, സോ വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.